ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ. അപ്പം ആരോപണങ്ങളൊക്കെ വരണം നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്, അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങാണ്. നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളല്ല, അതിനകത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ്. നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു, അത് ആഴമായ ബോധ്യത്തോട് ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് കാണുമ്പോൾ പിശാചിന് എന്തിനൊക്കെ തോന്നും, ആരെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിക്കുവാൻ. അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത്, യുദാസിനോട് പോലും പറഞ്ഞത് എന്താണ്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യെ പിടിക്കാനോ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ ഇവിടെ റെഡി. ഈശോ യുദാസിനോട് അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അതിനൊന്നും നിൽക്കത്തില്ലെന്ന് പറയും. എന്താണ്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്തോ ഒരു വചനമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങളെപ്പോഴൊന്ന് ഓർക്കണം. ഇപ്പം പിതാവിൻ്റെ കൃപാസനത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിനകത്തുള്ളതെല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ, ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ വിമർശിക്കുന്നവരെല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ, അവർ പറയണത് ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പ്രശ്നം? കാര്യം വളർത്തുന്നത് ആരാണ്? ദൈവം വളർത്തിയെന്നല്ലേ പറയണത്.